പെപ്ലം ടോപ്പിന്റെ കട്ടിങ് നോക്കാം. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം. 6.25 ആണ് മാർക്ക് ചെയ്യുന്നത്. അവിടെ താഴത്തോട്ട് ആം ഹോൾ ആയിട്ടൊരു 7 ഇഞ്ചസ് കൊടുക്കുന്നു. ചെസ്റ്റ് 9.5 ഇഞ്ചസ്. ഷോൾഡറിന്റെ അവിടെ നിന്ന് ആം ഹോൾ ലൈനിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. അവിടുന്ന് ചെസ്റ്റ് ലൈൻ സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ ഒരു കർവ്, ആം ഹോൾ കർവ് കൊടുക്കുക. ഇവിടെ 1 ഇഞ്ചസ് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. ആം റൗണ്ട് 16 ആണ്. അപ്പൊ 8 ഇവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത്, ഈ ആം ഹോൾ ലൈൻ 8 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ ഇവിടെ 8 കിട്ടുന്നുണ്ട്. അപ്പൊ എക്സ്ട്രാ 1 ഇഞ്ച് സീം എലമെന്റ്സ് കൊടുക്കുക. മേളിയും താഴത്തോട്ട് യോക്ക് 11.5 ആണ് എടുക്കുന്നത്. അപ്പം 1 ഇഞ്ചസും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് 13 എടുക്കുക. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇവിടുത്തെ വിഡ്ത്ത് 8.5 ആണ്. അപ്പൊ അത് മാർക്ക് ചെയ്യുക. ഇനി ഈ 2 ലൈനും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഇവിടെ ഇതിപ്പോ ബാക്കും ഫ്രണ്ടും ഒരുപോലെ ഇട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഫ്രണ്ട് പോർഷൻ ഒരു 3 ഇഞ്ചസ് എക്സ്ട്രാ, 3 ഇഞ്ചസ് മേളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ മിഡ് പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കർവ് പോലെ കൊടുക്കുക. ഇത് ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നെക്ക് വിഡ്ത്ത് ആയിട്ടൊരു 3.5 കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വൈഡ് നെക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു 1/2 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ലാൻഡിങ് ലൈനായിട്ട് കൊടുക്കുക. ഷോൾഡർ സ്ലോപ്പ് ആയിട്ട് കട്ട് ചെയ്ത് പോകാനുള്ളതാണ്. അപ്പൊ ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ ഇത് ആദ്യം കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് പീസിലാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ മാത്രം ഈ രീതിക്ക് കട്ട് ചെയ്തിട്ട് ബാക്ക് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. സൈഡ് ഹാങ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് ചെറിയൊരു കർവ് ഇങ്ങോട്ടും കൊടുക്കാം. ഒരു 1/2 ഇഞ്ചസ് ഒക്കെ കർവ് ഇങ്ങോട്ട് കൊടുത്ത് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ സൈഡ് ഹാങ് ചെയ്ത് വരും. ഇനി മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാം. മെയിൻ ക്ലോത്തും യോക്ക് പോർഷൻ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് മെയിൻ ക്ലോത്തിനെ, അപ്പോൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫുൾ ലെങ്ത് എത്രയാണോ അതേ മൈനസ് യോക്ക് ലെങ്ത് ചെയ്യുക. അപ്പോൾ എനിക്ക് 15 ഇഞ്ചസ് ആണ് കിട്ടിയത്. അതേ പ്ലസ് 3 ചെയ്യുക. അപ്പോൾ 18 ഇഞ്ചസ്. 18 ഇഞ്ചസ് സ്കേർട്ടായിട്ട് മാർക്ക് ചെയ്യുക. ആദ്യം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. മേളിൽ ഒരു 3 ഇഞ്ചസ് കൊടുക്കുക. 3 ഇഞ്ചസ് ആണല്ലോ മേളിലത്തെ യോക്ക് പോർഷനിൽ കട്ട് ചെയ്ത് പോയത് കർവാക്കാൻ. അപ്പം അതുപോലെ തന്നെ ഈ സ്കേർട്ട് പോർഷനിൽ ഒരു 3 ഇഞ്ചസ് കൊടുക്കുക. ഇനി ഇവിടെ ഇതിനൊരു സ്ലാൻഡിങ് ലൈനായിട്ട് കൊടുക്കുക. ഇതിനെ കട്ട് ചെയ്തെടുക്കുക.
ഫ്രണ്ട് പാർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിട്ടും. ഇനി ബാക്ക് പാർട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പാർട്ടിൽ 15 ഇഞ്ചസ് മതി. കാരണം ബാക്ക് പാർട്ടിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് നൈഫ് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 15 ഇഞ്ചസിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അതും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവ് മാർക്ക് ചെയ്യാം. ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 23 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 8 ഇഞ്ചസ്, ഇങ്ങോട്ട് 4 ഇഞ്ചസ്, ഇതിനെ ഒരു കർവാക്കി വരച്ചു കൊടുക്കുക. സ്ലീവിൻ്റെ അടിവണ്ണം 4.4, 4.4 1.5 ഇഞ്ച് എക്സ്ട്രാ സീമാക്കി 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതിങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈനാക്കി കൊടുക്കുക. ഇവിടെ എനിക്ക് കിട്ടേണ്ടത് 9 ആണ്. അപ്പോൾ 9 ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, 9 ഇവിടെയാണ് വരുന്നത്. അപ്പം ഇവിടെ നിന്ന് ഈ ലൈനെ ഇങ്ങനെ കൊടുക്കുക. ഇനി ഈ സ്ലീവിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു.